എന്റെ മക്കൾ അമേരിക്കൻ സിറ്റിസൺസ് ആണ്. $100 കയ്യിൽ കിട്ടിയാൽ $64 അങ്ങ് പോവും. ഇത്രയും ഉദാരമായ ഒരു രാജ്യം നമ്മുടെ രാജ്യത്തിലാണ്. നമ്മൾ ചെയ്യുവോ ഇത്? നമ്മുടെ രാജ്യത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല മക്കളെ. നമ്മുടെ രാജ്യത്തിൽ വന്നാൽ എങ്ങനെ ഓടിക്കണം നോക്കേ ഉള്ളൂ. അച്ഛൻ ഒന്നിവിടം വരെ വരാവോ? ഒന്ന് കേറി വാ പ്ലീസ്. നീ അച്ഛനെ പേഴ്സണലായിട്ട് അറിയില്ല, എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ വരുന്ന അച്ഛനും ഞാനും ഒക്കെ നസ്രാണികളാണ്. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റും. ഞാൻ രുചിച്ചറിഞ്ഞ ഇസ്ലാം. എനിക്ക് ഒരു എയിമുണ്ട് ജീവിതത്തിൽ. അമേരിക്കയിൽ പോയി പല കോർണറിലും എനിക്ക് പറയണം, നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇസ്ലാം. എന്റെ ആത്മാർത്ഥമായി ഞാൻ പറയാണ്, സത്യമായി ബൈബിളിലെ സത്യങ്ങൾ അറിയാൻ ഇവിടെ 10-30 വർഷം ജീവിച്ചാൽ മതി. ഇത്രയും സ്നേഹവും സൗഹാർദ്ദതയുമുള്ള ഇങ്ങനെയൊരു ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല. പക്ഷെ അച്ഛന്റെ കുപ്പായം കണ്ടപ്പം ഞാൻ മനസ്സിലാക്കി. 44 വർഷം മുമ്പേ ഞാൻ വന്നപ്പോൾ ആദ്യം ബുത്തീൻ എയർപോർട്ടില് ഞാൻ ഓർത്തി ഇവിടെ ഇതിലെ നടക്കുന്നതെല്ലാം അച്ഛന്മാരാണ്. ഞാൻ കണ്ടതെല്ലാം നമ്മുടെ അറബി കുപ്പായം കണ്ടപ്പോ ഞാൻ ഓർത്തു, അയ്യോ ഇത്ര അച്ഛന്മാരിവിടെയോ. പക്ഷേ ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്, we who believe in the same concepts, nobody can divide us. I have taken it a challenge to go to the country's stages to take over whatever they say about the phobia. There is no phobia. നമ്മൾ നന്നായാൽ മതി. നമ്മൾ നാട്ടിൽ പോയി നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾ എടുത്ത് മാറ്റുക. സ്നേഹം മാത്രം നമ്മുടെ മനസ്സിൽ മതി. പാവപ്പെട്ടവന്റെ കണ്ണുനീർ തുടയ്ക്കുക, വിഷമിക്കുന്നവന്റെ ഭാരങ്ങൾ ഇറക്കുക. നമുക്ക് ഈ രാജ്യം തന്ന വലിയ കൃപ, നമുക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം കേട്ടോ. ഈ രാജ്യത്തിനോട് നമ്മൾ സ്നേഹമുള്ളവരായി തീരണം. ഇവിടുന്ന് വാരിക്കോരി എടുത്തോണ്ട് പോയാൽ പോരാ. എല്ലാ മാസവും നമ്മൾ ചെക്കുകൾ അയക്കുന്നുണ്ട്. നാട്ടിൽ എത്രയോ ബംഗ്ലാക്കൾ നമ്മൾ കെട്ടുന്നുണ്ട്. തിരിച്ച് ഈ രാജ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജ്യത്തിനോട് നീതി പുലർത്താൻ ഞാൻ എന്റെ സ്ഥാപനത്തിൽ എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടുത്തെ ഒരു ഓത്ത് പറയിപ്പിക്കും. ആ ഓത്ത് ഞങ്ങൾ ഈ രാജ്യത്തിന് ഫെയ്ത്ത്ഫുൾ ആയിരിക്കുമെന്നുള്ളത്. നമ്മള് ഇന്ത്യൻസ്, യെസ് വി ആർ ഇന്ത്യൻസ്, ബട്ട് we have spent most of our lifetime in here. Our salt and our food came from here. We have to be grateful, please, my fellow Indians. ഈ രാജ്യത്തിനോട് സ്നേഹം നമുക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. ഈ രാജ്യത്തിൽ ഒരിക്കലും സംഘർഷം ഉണ്ടാവില്ല. പക്ഷെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്. നിങ്ങൾ ആരായാലും whatever your gender be, പട്ടാളക്കുപ്പായിട്ട് ഞാൻ നിൽക്കും ഈ രാജ്യത്തിന് വേണ്ടി. എന്റെ ജനറേഷൻസിനെ നമുക്ക് രാജ്യം. ഇന്ന് നമ്മുടെ സന്തതികളെ വലിയ വലിയ ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സയന്റിസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യം. എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ ഒരു ശുശ്രൂഷ കിട്ടുകയില്ല. ഇത് സത്യം സത്യം സത്യം. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് വളരെ നന്ദിയുണ്ട്. KMCCയിലെ എല്ലാ ഭാരവാഹികൾക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും.
ജയ് ഹിന്ദ് പറയുന്നതോടെ സലാം അലൈക്കും and God be with you. Carry the beautiful principles of the Quranic Bibles. It has the same concept. Love one another. Let us please love one another and be considerate with one another. Thank you ever so much. May God bless.